താങ്കൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ? നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ മഞ്ജുഷ്, കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്? അവർ തെറ്റായ ഒരു പോസ്റ്റർ കൊണ്ടുവന്നു. 100%, ഒരുപക്ഷെ 99% സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനെ തള്ളിപ്പറഞ്ഞു. ഹിന്ദു സെന്റിമെന്റ്സിനോടൊപ്പം നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന 90-99% മുസ്ലിം പ്രൊഫൈലുകളിൽ നോക്കിയാൽ അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവനെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതായിരിക്കില്ല. അപ്പോ കേരളത്തിന്റെ ബോധപൂർവം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ കിടക്കുന്നത്? എന്ത് ബോധമാണിത്? എന്ത് ബോധപൂർവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നു? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നത് ബോധപൂർവമല്ല എന്ന്? ഇവിടെ ഒരു സാഹിത്യ സൃഷ്ടിയിലെ ഒരു വാക്ക് ഒരു കഥാപാത്രത്തിന്റെ ഉപയോഗിച്ചപ്പം ഒരു അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. നിങ്ങൾ ബോധമില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത്, ബോധപൂർവമല്ല എന്ന് പറയുന്നത്? മറുപടി പറയട്ടെ, ഇനി അങ്ങ് മറുപടി കേൾക്കൂ. ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എനിക്ക് ആ ക്രിയേറ്റേഴ്സിനോട് അജണ്ട ഉണ്ടാക്കും, അവരുടേതായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ട കീടങ്ങളാണ് ഈ നാട്ടിൽ. രാഹുൽ പറയട്ടെ, അദ്ദേഹത്തിന് വാദം പറയട്ടെ. മഞ്ജുഷ് ഒരു കാര്യം ഓർത്തു നോക്കുക, എന്നെക്കാട്ടി സൗണ്ടുള്ള ആരും അവിടെ ഇല്ലല്ലോ. പ്രത്യേക സൗണ്ട് ബോക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പോണം മിസ്റ്റർ. അയാളെ കണ്ടി വലിയ സൗണ്ട് ബോക്സ് ഇവിടെ ആർക്കും ഇല്ല. ഇയാൾക്ക് പ്രത്യേകം ഉണ്ടാക്കിയ സൗണ്ട് ബോക്സ് ആണല്ലോ. അദ്ദേഹം പേടിപ്പിക്കുന്നത് സൗണ്ട് ബോക്സ് അല്ല, രാഹുൽ ഇവിടെ താങ്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ല ബാബു ഒന്ന് വെറുതെ ഇരിക്കുക. രാഹുൽ, താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നുള്ള ആരോപണമാണ് താങ്കൾക്കെതിരെ വന്നിരിക്കുന്നത്. മഞ്ജുഷ്, എന്റെ വാദം മുമ്പോട്ട് വെക്കട്ടെ. എന്റെ വാദം എന്താണ്? 100% തെറ്റായ ഒരു കാര്യമുണ്ടായി. അതിന് അവര് മാപ്പ് പറഞ്ഞു, പോലീസ് നടപടി എടുത്തു. ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസികളും ഒരുമിച്ച് നിന്നതിനെ എതിർത്തു. എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ള കുറച്ചുപേര് മാത്രമാണ് ഇതിനെ അനുകൂലിച്ചെങ്കിലും പോസ്റ്റ് ഇട്ടത്. മഞ്ജുഷ വാദം വെക്കാൻ പോലും എനിക്ക് രണ്ട് വാദങ്ങളേ ഉള്ളൂ. 100% ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റും ഹിന്ദു വിശ്വാസിയും കൃഷ്ണ ഭക്തനുമാണ്. എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ്. ഗോഡ്സേവാദികൾ എന്നെ ഹിന്ദു എന്താണെന്ന് പഠിപ്പിക്കണ്ട. സാബു പ്രസാദിനോടാണ്, ബാബുചാണ്ടിനോടല്ല. എന്നെ ഗോഡ്സേവാദികൾ എന്താണ് ഹിന്ദു രാഹുൽ, 2 മിനിറ്റോട് താങ്കൾ പറയൂ. താങ്കളുടെ വാദം പൂർത്തിയാക്കൂ. ഇനി ആരും ഇടപെടില്ല. 2 മിനിറ്റ് പറഞ്ഞോളൂ. ശരി, 2 വാദങ്ങളേ ഉള്ളൂ. ഈ വിഷയത്തിൽ 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മൾ ഹിന്ദുക്കളെ അനുകൂലിച്ചു. എതിർത്തത് എന്റെ സുഹൃത്തായ ശ്രീ ആരിഫ് ഹുസൈനെ പോലുള്ളവർ മാത്രമാണ്. അവരെല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഒരു പൊസിഷൻ എടുത്തു. ആ പൊസിഷനെ ഞാൻ ബഹുമാനത്തോടെ വിയോജിക്കുന്നേ ഉള്ളൂ. ഇതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും, ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെങ്കിലും, നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണൻ ആണെങ്കിലും, മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാണെങ്കിലും, സ്വാമി അയ്യപ്പനാണെങ്കിലും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാത്തത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ കൗണ്ടർ പൊസിഷൻ ഉണ്ട്. അതാണ് ശ്രീ ആരിഫ് പറയാൻ പോകുന്നത്. അതിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസികളെല്ലാം ഈ വിഷയത്തിൽ ഒരുമിച്ചാണ്. എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളും ഈ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞ് തെള്ളി പറഞ്ഞു. ഇതിന്റെ ഏക കൗണ്ടർ എന്താണ്? ആരിഫിനെ പോലുള്ളവർ പറയുന്ന എല്ലാ മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്.
അപ്പൊ അതിന് ഞങ്ങളുടെ മറുപടി എന്താണ്? വിമർശിച്ചോളൂ, പക്ഷെ അധിക്ഷേപിക്കരുത്. എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടെ കാണാവൂ. ഈ നിലപാട് തന്നെയാണ് BJP അടക്കം നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ എടുത്തത്. പ്രവാചകനെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ വന്ന് ഏറ്റവും പ്രഗത്ഭയായിരുന്നു. സുഷമാ സ്വരാജിനെ പോലെ ഒരു മന്ത്രിയാണ്ട വ്യക്തിയായിരുന്നു നൂപുർ ശർമ്മ. പക്ഷേ ഏറ്റവും നല്ല മതസൗഹാർദ്ദ നിലപാടിൽ ഇതുവരെ നൂപുർ ശർമ്മയെ തിരിച്ച് സ്പോക്സ് പേഴ്സൺ പോലും ആക്കിയിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് കണ്ടീഷണലായി പോലുമാണ് തെറ്റായ കാര്യം പറഞ്ഞത് നൂബർ, എന്റെ സുഹൃത്തു കൂടെയാണ്. പക്ഷേ പ്രവാചകൻ മുഹമ്മദിനെ, യേശു ക്രിസ്തുവിനെ, ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, സ്വാമി അയ്യപ്പനെ, ഭഗവതിയെ, ആറ്റുകാൽ ദേവിയെ ബഹുമാനിക്കുന്ന സ്റ്റാൻഡ് എടുക്കണം. ഈ വിഷയത്തിൽ മഞ്ജുഷിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആസൂത്രിതമായി നീക്കമില്ല എന്ന് തന്നെയാണല്ലോ താങ്കൾ പറയുന്നത്. ആസൂത്രിതമായി ഒന്നുമില്ല. ഒരു 100% ഒരു ഗൂഢാലോചനയില്ല. മഞ്ജുഷ് കൂടി ഉത്തരം പറയണം. 90-95% മുസ്ലിം സഹോദരങ്ങളും ഇതിൽ ഹിന്ദു സമൂഹം ഹേർട്ടായി അവരോടൊപ്പം നിൽക്കണമെന്നുള്ള സമീപനമല്ലേ എടുത്തത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാൻ അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ശതമാനം കണക്കിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്പേസ് പോലും കൊടുക്കരുത് കേട്ടോ. കാര്യം ഇതുപോലുള്ളവരല്ല, ഇങ്ങനെയുള്ള വിഷജന്മങ്ങളാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള കൊടും വിഷങ്ങളാണ് ഈ നാടിന്റെ ശാപം. കേരളത്തിലെ ഏത് മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരായ ഇതിനെതിരെ പ്രതികരിച്ചത്? രാഹുൽ എന്ന് പറഞ്ഞു. അല്ലല്ല, ബാബു ചോദിക്കുന്ന കാര്യം രാഹുലെ ഏത് സംഘടനയാണ് ഇതിനെ തള്ളിപ്പറഞ്ഞത് എന്നുള്ളതാണ്. മിണ്ടാതിരിക്കുകയാണ്. ഏത് മുസ്ലിം സംഘടനകളാണ് പ്രതികരിച്ചത്? അവർ മാപ്പ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും എതിർത്തു. എന്നെ മഞ്ജുഷേ, ഒരൊറ്റ കാര്യമില്ലേ, ഇത് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു മഞ്ജുഷേ? ഈ നാട്ടിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു? എല്ലാം തെറ്റാണ്. പ്രവാചകൻ മുഹമ്മദിനെയും യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും എല്ലാവരെയും രാഹുൽ അങ്ങനെ ഒരു വടി കൊടുക്കുകയായിരുന്നല്ലോ ചെയ്തത്. അങ്ങനെ ഒരു വടി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനതാണ് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകിയെന്നുള്ളതാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ വിഷയത്തിൽ ഒരാളെ എതിരുള്ളൂ, അത് ശ്രീ ആരിഫാണ്. എന്താണ് താങ്കൾക്കുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ എന്താണ്? രാഹുൽ പറയുന്നുണ്ട് താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? എനിക്കൊരു 72 സെക്കൻഡ് തരണം, ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, പോസ്റ്റർ, ആ പറയുന്ന പോസ്റ്റർ അത് ചെയ്തത് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് മുഴുവൻ പറയാൻ അവസരം തരണം. 2, അങ്ങനെ പോസ്റ്റർ ഇട്ടാൽ അത് തെറ്റല്ല എന്നിരിക്കെ അത് കണ്ടിട്ട് അതിലൊരു വിഷമം തോന്നാനുള്ള അവകാശം മുഹമ്മദ് നബിയെ അല്ല എന്നിരിക്കെ സാധാരണ മുസ്ലിമിൻ്റെ പേര് മുഹമ്മദ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പറിൽ ഒരു മുഹമ്മദ് എന്ന പേരിട്ടപ്പോൾ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും കോടതി പോലും നിരീക്ഷിച്ചതിന് ശേഷവും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അല്ല, അത് മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഇന്നും ജോസഫ് മാഷെ കരിവാരി തേക്കുന്നത്, എങ്ങനെയാണോ ഈ സുഹരിയെ പോലെയൊക്കെയുള്ള ഉസ്താദുമാർ, മാതൃഭൂമിയുടെയൊക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്, ആ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ചിട്ട് കൊഞ്ഞനം കുത്തി ചിരിച്ചുകൊണ്ട് ഇന്നും അതിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ കുരു പൊട്ടാനുള്ള അവകാശം അത് ഹിന്ദുവിനും ഉണ്ട്. 2 അതാണ്. മൂന്നാമത്തത്, അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എങ്ങനെയാണോ ഇത്ര കാലവും ഇതുപോലെയുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മതനിയമം അല്ലെങ്കിൽ മതനിന്ദാ നിയമം എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിനെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ സർ തെൻസെ ജുദ എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കി ഇവിടെ നമ്മളുടെ നുപൂർ ശർമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് എന്നതുപോലെ ആ മാപ്പ് പറയിപ്പിക്കാനുള്ള അവകാശം അത് ഹിന്ദുവിനുണ്ട്. ഇതാണ് ഞാൻ പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.